സുധേട്ടാ, നിങ്ങളിവിടെ പേപ്പറും വായിച്ചിരിക്കുക. മോനിപ്പോ ചെന്നൈയിൽ നിന്ന് എത്തും. നിങ്ങൾ ഓരോ കാര്യങ്ങൾ കടകടാന്ന് ചെയ്യേ. ഓ ആ വത്സലേ, സുധേട്ടനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അതാണ് ഫോൺ എടുക്കാൻ വൈകിയത്. എന്റെ മോൻ ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ട്. വലിയൊരു സർപ്രൈസ് കൊണ്ടുവരാന്നാ പറഞ്ഞിരിക്കണത്. ആ മിക്കവാറും കാറന്നായിരിക്കുന്ന തോന്നുന്നത്. സുധേട്ടൻ പറയാ ഐഫോൺ ആയിരിക്കും നമുക്ക് രണ്ടാൾക്കുന്ന്. എന്തായാലും ഐഫോൺ ഒന്നും അല്ല, വലിയ കാറായിരിക്കും. എനിക്കിപ്പോ അതാ തോന്നുന്നത്. ആ എന്റെ മോൻ വരട്ടെ, കാറും കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. നിന്റെ മോൻ ദുബായിന്ന് ഒരു സർപ്രൈസും കൊണ്ടുവരത്തില്ല? അയ്യയ്യേ, എന്നാ ശരി കേട്ടോ, എന്റെ മോൻ എത്താനായേ. ഓക്കെ ഓക്കെ, ശരി ശരി, പിന്നെ വിളിക്കാം. എന്തൊക്കെയാണ് നീ പൊങ്ങച്ചം വിളിച്ചു വരുന്നത്? അവൻ കാറും കൊണ്ടുവരാ. അവൻ ഒരാഴ്ച മുൻപ് ചെന്നൈയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങളും കേട്ടതല്ലേ, വരുമ്പോ സർപ്രൈസ് കൊണ്ടുവരാന്നുള്ളത്. ഞാൻ പൊങ്ങച്ചം പറയണോ? എടി, അവൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോ സർപ്രൈസ് ഉണ്ട്, അത് പതുക്കെ പറഞ്ഞത്. അതിലെന്തോ ഒരു പന്തി കണ്ട്. ഓ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് ആണല്ലോ. അവൻ അങ്ങനെയല്ല പറഞ്ഞത്. അമ്മയെ, ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോ വലിയൊരു സർപ്രൈസ് ഉണ്ട് എന്നാ പറഞ്ഞത്. മിക്കവാറും വലിയൊരു കാർ തന്നെ ആയിരിക്കും. അതിപ്പോ എവിടെ നിർത്തിയിടുന്നാണ് ഇപ്പൊ എന്റെ ചിന്ത. ഇങ്ങോട്ടാണെങ്കിൽ കാറും കയറില്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്താലോ, രാജലക്ഷ്മിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകട്ടെ, അവിടെ കാർ നിർത്താനുള്ള സമ്മതം വാങ്ങിട്ട് വരാം. നീ മിണ്ടാതിരിക്ക് പഞ്ചേ, ആദ്യം അവന്ന് വരട്ടെ. ഓ, ചെക്കനെയാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എന്താണെന്ന് ആർക്കറിയാം. എന്തായാലും ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിരിക്കില്ലേ മനുഷ്യ. ആ ചെമ്മീനെ വൃത്തിയാക്കി ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കട്ടെ. ഇതാരാ? ഇത് ഭിക്ഷാക്കാരാണല്ലോ. കേരളത്തിൽ ഭിക്ഷാക്കാരൊന്നും ഇല്ലാന്ന് പറയുന്നു. ഇത് ഡെയിലി വരുന്നുണ്ടല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ പൈസ? ഇതാ സുധേട്ടാ, 2 രൂപയുണ്ട്, കൊണ്ട് കൊടുക്ക്. 10 രൂപയാ? 10 രൂപ 2 കോഴിമുട്ട് വാങ്ങാം. ഇങ്ങോട്ട് തരും, ഞാൻ അങ്ങോട്ട് കൊടുക്കാം. മനുഷ്യൻ മെനക്കെടുത്താൻ വേണ്ടിട്ട് രാവിലെ. അമ്മേ, സുധേട്ടാ, അത് ഭിക്ഷാക്കാരല്ല, നമ്മുടെ മോനാ. എടാ മോനെ, നീ വിളിച്ചോട് സൗണ്ടൊക്കെ മാറിപ്പോയല്ലോടാ. വാ, നീ എന്താ അവിടെ നിക്കുന്നത്? നീ എന്താ മോനെ ഇത്? തമിഴ്നാട്ടിൽ പോയപ്പോ ശരിക്കും തമിഴ്നാട്ടിലെ മോഡലായി. ഇതാണ് എന്റെ മോൻ. എവിടെ പോയി അവിടുത്തെ മോഡലായി മാറും. ഇങ്ങനെ കുട്ടികളായി എങ്ങനെയാ വേണ്ടത്? പിന്നെ നീ എത്തിയ മോനെ, മോടെ അകത്ത് കയറ്. ഓ, അവൻ വന്നില്ല. കേറ് കേറ് പറഞ്ഞിട്ട് എന്തായാലും അകത്തേക്കല്ലേ വരുന്നത്. മോനെ, സർപ്രൈസ് എവിടെട്ടാ? റോട്ടിൽ നിർത്തിയതാ? റോട്ടിലാണ്. ഞാൻ പറഞ്ഞില്ലേ, മോൻ ഒരു വലിയ കാറ് കൊണ്ടുവരുന്നു. ഏത് കാറടാ? ഓടിയോ? ഓടിയോ? കാറല്ല. കാറല്ലേ? പിന്നെന്താടാ? സ്വർണ്ണോ? ഞാൻ പറഞ്ഞില്ല സുഹൃത്താ. എത്ര പവനുണ്ട്? ഒരു 50. 50 പവൻ സ്വർണ്ണോ? 50 പവനല്ല, 50 കിലോ. 50 കിലോ സ്വർണ്ണോ? എടാ, നീ എന്താ KGF-ലാണ് വർക്ക് ചെയ്യുന്നത്? വാ, നടക്ക്. സുഹൃത്താ, നിങ്ങളും വരി. 50 കിലോ തന്നെയല്ലേ സ്വർണം? ആ, സ്വർണം. സ്വർണം സ്വർണം തന്നെ മോനെ അമ്മ പറയുന്നത്. സ്വർണം കൊണ്ടുപാടം അങ്ങോട്ടേക്ക്. സ്വർണം സ്വർണം വാ. എന്താ, സ്വർണം നടന്നു വരുവോ? ഇതാരാടാ മോനെ? ഇതാണമ്മേ ഞാൻ പറഞ്ഞ സർപ്രൈസ്. സ്വർണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കിവിടെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നു. അയ്യോ, എന്നെ പേടിച്ച. സ്വർണം താങ്ങ്. എന്നാലും എന്റെ മകനെ, നീ ഞങ്ങളോട് ചതി വേണ്ടായിരുന്നു. അങ്ങനെ പറയല്ലമ്മേ, ഞാൻ ചതിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒന്നില്ലെങ്കിലും എനിക്ക് 10-35 വയസ്സായില്ലേ. ഇതുവരെയായിട്ട് കല്യാണം എന്നൊരു വാക്ക് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും മകനായി ഞാൻ എത്ര പ്രാവശ്യം ഓർമ്മപ്പെടുത്തി. നിനക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാ പോരായിരുന്നോ? അല്ലാണ്ട് ജോലി സ്ഥലത്ത് ഒരു പെണ്ണിനെ അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ട്. അയ്യോ, അടിച്ചു മാറ്റി കൊണ്ടുവന്നതല്ല അമ്മേ. ഞങ്ങൾ 1.5 വർഷമായിട്ട് പ്രണയത്തിനായിട്ടു. അപ്പോൾ അവളുടെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല, സമ്മതമാണ്. പക്ഷെ ഈ കാര്യം ഞാൻ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മേൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവളെ കൂട്ടിയെന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ അച്ഛൻ്റെയും അമ്മൻ്റെയും കുടുംബക്കാരൻ്റെ ഒക്കെ സമ്മതത്തോടു കൂടി മാത്രമേ ഞങ്ങൾ കല്യാണം കഴിക്കൂ. അപ്പൊ നീ അവളെ താലി കെട്ടിയിട്ടില്ലേ? ഇല്ലമ്മേ, അതൊക്കെ നിങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ ഞാൻ കെട്ടു. ഓ, അപ്പൊ അത്രയ്ക്കെങ്കിലും ഞങ്ങളോട് സ്നേഹം ഉണ്ടല്ലോ. അല്ല, നീ ആ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഗെറ്റ് ടുഗദർ മറ്റും ആണോ? അത് ഗെറ്റ് ടുഗദർ അല്ലമ്മേ,
ലിവിങ് ടുഗദർ. ഇനിയിപ്പോ ഗെറ്റ് ആണെങ്കിലും ലിവിങ് ആണെങ്കിലും ടൂതർ തന്നെയല്ലേ? ആണോ? അത് പറയേ. ചെറുതായിട്ട്. ദുഷ്ട, കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടി ലിവിങ് ടൂതർ അത്ര. ഇനി ആൾക്കാർ വരുമ്പോൾ ഞാൻ എങ്ങനെ നോക്കും ദൈവമേ? ഇനി പോട്ടെ, സംഭവിച്ചു. അവളുടെ നാട് എവിടെയാ? കേരളത്തിൽ തെക്കാണോ വടക്കാണോ പടിഞ്ഞാറാണോ? തെക്കും വടക്കും കിഴക്കൊന്നുമല്ലമ്മേ, അവളുടെ വീട് ചെന്നൈയിലാ. ചെന്നൈയിലോ? അപ്പൊ ഈ മലയാളികൾ മുഴുവൻ ചെന്നൈയിൽ പോയി താമസിക്കുക. എന്നാലും കേരളത്തിൽ അവൾക്കൊരു വീടുണ്ടാവുമല്ലോ, അതെവിടെയാണ് പറയേ? അവിടെയാണ് ചെറിയൊരു വ്യത്യാസം. അവള് മലയാളിയല്ല, തമിഴ്. തമിഴോ? അവളോ? അതാണല്ലേ വണ്ണപ്പുറത്തുള്ള കമാന്നൊരു അക്ഷരം വേണ്ടാത്തത്. ഇനി നാട്ടുകാർക്ക് പറഞ്ഞ ശരിക്കും ഒരു കാര്യമായല്ലോ. അയ്യോ അല്ലേ, ഈ നാട്ടുകാരെന്തിനാ പറഞ്ഞിരിക്കുന്നത്? തമിഴായാലും മലയാളിയായാലും അത് പെണ്ണല്ലേ പെണ്ണ്. തനി സ്വർണ്ണമാണ് സ്വർണം. നിനക്ക് അതൊക്കെ പറയാ. അയ്യോ, ഞാൻ വത്സലം മറ്റേ അറിഞ്ഞിട്ടുണ്ടെങ്കിലില്ല, നാട് മുഴുവനും കൊട്ടിപ്പരത്തും. அம்மா. ஓ, மாமாவை எதுவும் சொல்ல வேணாம், அவ ரொம்ப பாவம். அந்த இன்னசென்ட் பார்த்து தான் நான் அவனை லவ் பண்ணேன். அப்பா அம்மானா அவ உயிரே வச்சிருக்கா. அதனாலதான் உங்ககிட்ட சம்மதம் எல்லாம் கேட்டு தாலி கட்டுன்னு சொன்னேன். இல்ல மாமா? ஆமா சொர்ணம், கேளு நல்லா கேளு. ആമാ ആമാ ആമാ. എടാ, ഇവിടെ എന്തൊക്കെയാടാ പറയുന്നത്? അത് ശരി, അവള് പറഞ്ഞൊന്നും മനസ്സിലാകണ്ടാണ് ആമാ പറഞ്ഞ തലയാട്ടിത്. ആമാ പറയാനൊക്കെ എനിക്കറിയാം. അല്ലെങ്കിൽ അവള് വിചാരിക്കില്ലേ ഞാൻ ഒന്നും ഓരോരുത്തർ പൊട്ടത്തിയാണെന്ന്? അമ്മാ, അവൾക്ക് അമ്മയും അച്ഛനെയും പൊക്കി പറഞ്ഞതാണ്. നിങ്ങളെ പോലെ അമ്മായിയമ്മനെയും അമ്മായി അച്ഛനെയും കിട്ടിയത് അവള് ഭാഗ്യവതിയാണെന്ന്, അതാണ് പറഞ്ഞത്. ഓ, നിനക്കില്ലെങ്കിലും അവൾക്കെങ്കിലും ആ ബോധം ഉണ്ടല്ലോ. ഇവിടെ വന്നിട്ടേ വല്ലതും കുടിച്ചോ കഴിച്ചോ? இல்லம்மா, நாங்க வரும்போது இட்லி வடை சாப்பிட்டு தான் வந்தேன். ஆனா மத்தியானம் நம்ம எல்லாம் കൂടി சேர்ந்து குக் பண்ண சாப்பிடலாம். മതിയോ? അതൊക്കെ എന്റെ ചെന്നൈയില് വീട്ടില്. ഈ വീട്ടിലത് നടക്കില്ല. എന്റെ സുധയുടെ എത്ര പ്രാവശ്യം വാങ്ങിട്ട് വന്നറിയോ? ഞാൻ പടി പുറത്താക്കിയതാ. നീ എന്താ വിചാരിച്ച്? എന്താണ് ഇങ്ങനത്തെ ഒരു സാധനത്തിനാണ് നീ കൊണ്ടുവന്നത്? മദ്യം കുടിക്കുന്ന ഒരു പെണ്ണോ? എന്റെ ദൈവമേ, ആൾക്കാർ കേട്ട് എന്തായിരിക്കും വിചാരിക്കണം? എന്റെ പൊന്നമ്മേ, മദ്യല്ല, മധ്യാഹ്നം പറഞ്ഞ ഉച്ചക്ക് അല്ലെ? ഉച്ചക്ക് നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാന്ന് അവള് പറഞ്ഞത്. ஆமாம்மா, அப்படிதான் சொன்னேன். உங்களுக்கு தமிழ் தெரியாதுல்லே, பரவாயில்ல, நான் சீக்கிரமா மலையாளம் படிச்சிடுறேன். അതായത് അവള് മലയാളം. മതി, എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. നീ ആദ്യം തമിഴ് പഠിക്ക്. നിന്റെ വീട് അവിടെ ആരുണ്ട് മോളെ? வீட்லயா? அப்பா இருக்கு, அம்மா இருக்கு, ஒரு தம்பி கூட இருக்கு. நானா அவங்களுக்கெல்லாம் ரொம்ப பாசம். அதனாலதான் மாமா கூட இந்த காரியம் சொன்ன போது அவங்களுக்கு ஒரு பிரச்சனையும் இல்லை, சீக்கிரமா கட்டிக்கோதான் அவங்க எல்லாம் சொன்னேன். അവള് പറഞ്ഞ എന്താണെന്നറിയോ? ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോഴും അവര് പെട്ടെന്ന് സമ്മതിച്ചു, വേഗം കല്യാണം കഴിച്ചു വന്നു. അല്ലാണ്ട് ഇതുപോലെയല്ല. പിന്നെ 2 വർഷം ഗട്ടുതിരി ഇരുന്നിട്ട് കല്യാണം കഴിച്ച് ചോദിച്ചാൽ അവരങ്ങനെ വേണ്ട പറയല്ലേ? നല്ല മക്കള്. என்னம்மா? ഒന്നുമില്ല. ഇനി ഇവിടെ ഇരുന്നിട്ട് രണ്ടാളും കൂടെ പേസ്. ഇനി എന്ത് പേശാനല്ലേ? ഒക്കെ പേശി കഴിഞ്ഞതല്ലേ. എന്തോ അത്. என்ன மாமா, அம்மாவுக்கு என்ன பிடிக்கலையா? അപ്പടിയൊന്നും ഇല്ല സ്വർണ്ണോ. അമ്മ പാവന്താ, ആദ്യത്തെ ഷോക്കിൽ എന്തോ പറഞ്ഞു പോയി. എന്തായാലും നിന്റെ ക്യാരക്ടർ വെച്ചിട്ട് അമ്മയ്ക്ക് ഉണ്ണ നന്നായി പിടിക്കും. ஆனா உங்க அப்பா ரொம்ப பாவம், உங்களை போல்தான் இன்னசென்டா இருக்கு. അതിപ്പോ എല്ലാരും സൊല്ലുന്നുണ്ട് അച്ഛൻ ഭയങ്കര സൈലന്റ് ആണെന്ന്. കല്യാണത്തിന് മുമ്പ് അച്ഛൻ നല്ല സംസാരിക്കുന്ന ആളായിരുന്നു പറഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് ശേഷം എന്താ ഇന്ത മാതിരി സൈലന്റ്. അതിപ്പോ അമ്മ ഏതാവത് ചെയ്ത് എനിക്ക് തെരിയാത്. ഓ, എന്നാലും എന്റെ വത്സലെ, നീ കറക്റ്റ് സമയത്താണല്ലോ വിളിച്ചത്. ഓ, സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല, കാറല്ല, സ്വർണം. എത്രയുണ്ടെന്ന് അറിയില്ല, തൂക്കി നോക്കണം. വേണ്ട, നീ വരണ്ട, അത് കുറച്ച് ഉരുക്കാനുണ്ട്. ഉരുക്കി മൊത്തം കഴിഞ്ഞ ശേഷം നിന്റെ അടുത്ത് ഞാൻ വിവരം പറയാം. ആയിക്കോട്ടെ, ശരി എന്നാ. സ്വർണ്ണ ചിരിക്കും, അതാ അതിന്റെ ആക്ഷൻ.